അപ്പോൾ മണ്ഡലം ചുറ്റി മഹിളകൾ ഇപ്പോൾ നിൽക്കുന്നത് ഹരിപ്പാട് മണ്ഡലത്തിലാണ്. ഹരിപ്പാട് മണ്ഡലത്തിലേക്ക് വന്നാൽ പ്രവിത ശക്തമായ ഒരു പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ചെന്നിത്തലയുടെ മണ്ഡലമാണ്, നമുക്കറിയാം. ഇത്തവണയും ചെന്നിത്തല മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ആരാണ് എൽ ഡി എഫ് ഇറക്കിയിരിക്കുന്നത്? ആരെയാണ്? ടി ജിസ്മോനെയാണ്, CPI-യുടെ പ്രതിനിധിയാണ്. മാത്രമല്ല, ഇപ്പോൾ BJP സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സന്ദീപ് വചസ്പതി. അങ്ങനെ യുവാക്കൾ തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. യുവാക്കൾ മത്സരിക്കുന്നത് മുതിർന്ന നേതാവിനോടാണ്. അതെ, ഇപ്പൊ നമുക്ക് സ്ഥാനാർത്ഥി തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് പ്രതീക്ഷകൾ എന്നുള്ള കാര്യം. നമസ്കാരം, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ? തീർച്ചയായിട്ടും വളരെ ആവേശകരമായ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇക്കുറി ഹരിപ്പാട് മാറും, ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുമെന്ന് തന്നെയാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അതെ, അങ്ങ് പറയുന്നത് പോലെ ഇപ്പോൾ അങ്ങ് മത്സരിക്കാൻ പോകുന്ന 2011 മുതൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മുതിർന്ന ഒരു നേതാവിനോടാണ്. അപ്പോൾ അദ്ദേഹത്തോട് മത്സരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു യുവാവ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നത്? അല്ല, തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും പ്രായം അല്ല ഘടകം. കാരണം സ്വാഭാവികമായിട്ടും ഏത് മുന്നണിയാണോ മത്സരിക്കുന്ന ആ മുന്നണി മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളും അതുപോലെ തന്നെ ജനപ്രതിനിധി എന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ പരിശോധിക്കപ്പെടുമ്പോൾ മുതിർന്ന നേതാവാണെങ്കിൽ കൂടിയും ഇത്തവണ ഹരിപ്പാട് മണ്ഡലത്തിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ ഹരിപ്പാട് ഒരു വികസന മുരടിപ്പിലേക്ക് തള്ളിവിട്ടപ്പെട്ട നാളുകളായിരുന്നു. ഇവിടുത്തെ ആശുപത്രിയുടെ വിഷയങ്ങളാണെങ്കിലും അതുപോലെ തന്നെ പാലങ്ങളും റോഡുകളും ഉൾപ്പെടെയുള്ള പ്രാദേശികമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിലെല്ലാം വളരെ പിറകിലാണ്. ഈ ഹരിപ്പാട് ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് കുടിവെള്ള പദ്ധതിയാണ്. കഴിഞ്ഞ 15 വർഷമായി കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ട് കുടിവെള്ളമില്ലാത്തൊരു സാഹചര്യമാണ്. കുടിവെള്ളത്തിന് ഇവിടുത്തെ ജനങ്ങൾ നെട്ടോട്ടമോടുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രതിനിധി ഈ മണ്ഡലത്തിൽ എങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ LDF ഗവൺമെൻറ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഈ ഹരിപ്പാട് മണ്ഡലത്തിലേക്കും കൊണ്ടുവരാൻ കഴിയും എന്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിശ്വാസം. മാത്രമല്ല, കിഫ്ബി പദ്ധതിയിലൂടെ ഈ കേരളം ആകെ കൈവരിച്ച വികസന നേട്ടങ്ങൾ, കിഫ്ബിയെ തള്ളിപ്പറഞ്ഞ ഒരു നേതാവ് എന്ന രീതിയിൽ ആ പദ്ധതികൾ പലതും ഇവിടെ നടപ്പിലാക്കാനായിട്ട് വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി ഒരു ജനതയുടെ വികസന താല്പര്യങ്ങൾക്കെതിരായി നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അതിന് ഉള്ള ഒരു മറുപടിയായിരിക്കും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. തീർച്ചയായും ഇപ്പോൾ ഹരിപ്പാട്ടിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഹരിപ്പാടിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ആവേശം അവരുടെ വർത്തമാനത്തിലും അവരുടെ പിന്തുണയിലും എല്ലാം ഉണ്ട്. തീർച്ചയായും നല്ല പിന്തുണയാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ. ഇലക്ഷന് വളരെ ചെറിയ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. വോട്ടർമാരെ എല്ലാവരെയും നേരിൽ കാണുക എന്നുള്ളത് അസാധ്യമാണെങ്കിലും ഞങ്ങൾ പോകുന്ന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പരമാവധി വോട്ടർമാരെ നേരിട്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെല്ലാം ഞങ്ങളോടൊപ്പം ഈ ഹരിപ്പാടിൻ്റെ വികസനത്തിന് വേണ്ടി LDF-നോടൊപ്പം അണിനിരക്കുകയാണ്. സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എല്ലാ പിന്തുണയും അവർ നൽകുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനം അതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം തന്നെയാണ്. പക്ഷെ നമ്മൾ വോട്ടേഴ്സിനെ നോക്കുകയാണെങ്കിൽ ജാതി സമവാക്യം എന്ന് പറയുന്നത് തള്ളിക്കളയാനാകില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ LDF-ന്റെ ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അത് ഏത് തരത്തിൽ വോട്ടേഴ്സിനെ സ്വാധീനിക്കാനാകുമെന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അല്ല, തീർച്ചയായും നമുക്ക് ജാതി സമവാക്യങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമാണ്. ആ ജാതി സമവാക്യങ്ങളോടൊപ്പം തന്നെ വികസനവും കൂടി ചേർത്ത് കൊണ്ടുപോകാനായിട്ട് കഴിയണം എന്നുള്ളതാണ്. കാരണം എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും മതവിഭാഗങ്ങളിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന, അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടാകണം എന്നുള്ളതാണ്. അത് എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളെയും ഒരേപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ടുള്ള എല്ലാ അവകാശങ്ങളും എല്ലാ വോട്ടർമാർക്കും ലഭ്യമാകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരിടപെടൽ ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അങ്ങനെ ഒരു വികസനമാണ് ഈ മണ്ഡലത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അതിനെല്ലാം നല്ല പിന്തുണയാണ് ഇവിടുത്തെ ജനങ്ങൾ. വോട്ടേഴ്സിനെ എന്തായാലും നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇപ്പോൾ ഞങ്ങൾ വോട്ടേഴ്സിനോട് സംസാരിച്ചിരുന്നു പലരോട്. അപ്പോൾ പലരും പറയുന്നത് പ്രധാനമായും കർഷകരുടെ പ്രശ്നമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു മണ്ഡലം എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെടുന്ന കടലോര മേഖലയുണ്ട് അല്ലേ, തൃക്കുന്നപ്പുഴ ആറാട്ടുപുഴ ഉൾപ്പെടുന്ന മേഖലയുണ്ട്. അവിടെ കടൽ ഭിത്തി നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ മേഖലയിലുള്ള ജനങ്ങൾ വോട്ടിടണമെങ്കിൽ അത് ഏത് തരത്തിലായിരിക്കണം എന്നാണ് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് നമ്മുടെ കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണ തൊഴിലാളികളാണ് ഇവിടെ തിങ്ങിപ്പാർക്കുന്നത്. തീരദേശ മേഖലയിൽ ഏറ്റവും കൂടുതൽ കടൽ സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശമാണ് ഹരിപ്പാട് മണ്ഡലത്തിൻ്റെത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കടലേറ്റം ഉണ്ടാകും. അതിനകത്ത് ജനങ്ങൾ അവരുടെ ജീവനും അവരുടെ വീടുമെല്ലാം സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന ഗവൺമെന്റിന് അതിനകത്ത് ഒരുപാട് പരിമിതികളുണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടലാക്രമണം രൂക്ഷമായ ഒരു പ്രദേശമായിരുന്നു ചെല്ലാനം. ഇന്നതൊരു വലിയ ടൂറിസം കേന്ദ്രമായി മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ടെട്രാപോഡ് ഉപയോഗിച്ച്. സമാനമായ പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ 500 കോടി രൂപ ഈ കേരളത്തിലെ LDF ഗവൺമെന്റ് ADB വായ്പ എടുത്തുകൊണ്ട് ഇപ്പോൾ കടൽഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിരിക്കാൻ. മാത്രമല്ല തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്കറിയാം നെൽകർഷകർ ഒരുപാടുള്ള സ്ഥലമാണ് ഹരിപ്പാട് മണ്ഡലം. അവിടെ പുറംബണ്ട് നിർമ്മാണം, അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഇതെല്ലാം നമ്മുടെ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിനോട് കേരളം എത്രയോ നാളുകളായി ആവശ്യപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ വിഹിതം അടക്കുവാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ആ പാക്കേജ് നടപ്പിലാക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള MP-മാരെല്ലാം അതിനകത്ത് ഉത്തരവാദികളാണ്, കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദികളാണ്. അപ്പോൾ തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റ് നടത്താൻ സാധ്യമായ ഇടപെടൽ ഈ കർഷകരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്നുണ്ട്. നെല്ല് സംഭരണത്തിലാണെങ്കിലും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും പുറംബണ്ട് നിർമ്മാണത്തിലെല്ലാം കേരളത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കർഷകരെല്ലാം തീർച്ചയായും ഇടതുപക്ഷത്തോടൊപ്പമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കർഷകരെ ഞങ്ങൾ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും തന്നെയാണ്. തവണ ഹരിപ്പാട് മാറും. ഹരിപ്പാട് മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കാഹളം ഹരിപ്പാട് ഉയർന്നു കഴിഞ്ഞിരിക്കുകയാണ്. 100% ആത്മവിശ്വാസത്തിലാണ്. തീർച്ചയായും 100% ആത്മവിശ്വാസമുണ്ട്. ഹരിപ്പാട് ജനങ്ങൾ ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ 3 ടേമായിട്ടല്ല, 1982 മുതൽ ഇവിടെ MLA ആയിട്ടുള്ള ആളാണ് ഇപ്പൊ നിലവിലെ MLA. അതായത് എന്നേക്കാൾ പ്രായമുണ്ട് MLAയുടെ ആ ഒരു കാലയളവിന്. പക്ഷെ ഹരിപ്പാടിന് ആ വികസനം സാധ്യമായിട്ടുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ വിലയിരുത്തും. ഇവിടെ ഒരു പരാതി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അത് എന്താണെന്നൊന്ന് കേട്ട് നോക്കാം. എന്താ എനിക്ക് കുടിവെള്ളമില്ല വീട്ടിലോട്ട്. അപ്പോൾ പഞ്ചായത്ത് ടാപ്പിൽ നിന്നാണ് ഞാൻ വെള്ളം എടുത്തോണ്ടിരുന്നത്. അത് ഞാൻ ഓസ് ഇട്ടാണ് എടുത്തോണ്ടിരുന്നത്. അത് വന്ന് ആരാണ്ട് പരാതി കൊടുത്ത് എനിക്ക് ആ ഓസ് എല്ലാം വലിച്ച് മാറ്റിയിട്ട് അവർ പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞ് ഞാൻ 20,500 രൂപയും അടച്ച്. പിന്നെ എനിക്ക് ഒരു പഞ്ചായത്തിന്റെ ടാപ്പ് കൊണ്ടിടാൻ പറഞ്ഞിട്ട് പോലും എനിക്ക് ഇട്ട് തന്നില്ല അവരാരും. എനിക്ക് വെള്ളമില്ല, ഞാൻ തെക്കോട്ട് മടക്കോട്ട് നടക്കുമോ, എനിക്ക് വെള്ളമില്ല. ഞങ്ങൾക്ക് കാറ്ററിംഗ് ആണ് ജോലി. അതിൽ നിന്ന് വെള്ളം എടുത്തായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ആ ഒരു ജോലിയും ചെയ്യാൻ പോലും പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാർ ഒരു ടാപ്പ് എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് ഇട്ട് തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഈ മണ്ഡലത്തിലെ നേർചിത്രം എന്ന് പറയുന്നത്. ഇതുപോലെ സമാനമായ രീതിയിൽ ദുഃഖം അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ. തീർച്ചയായും ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, ചേച്ചി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മണ്ഡലത്തിൽ ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെയുള്ള മറ്റു പദ്ധതികളെല്ലാം ആലപ്പുഴയിലും അമ്പലപ്പുഴ ചേർത്തല താലൂക്കുകളിലെല്ലാം ആ പദ്ധതികൾ നടപ്പിലാക്കി കുടിവെള്ളക്ഷാമം പരിഹരിച്ചു. എന്തുകൊണ്ടാണ് ഹരിപ്പാട് മണ്ഡലത്തിൽ അങ്ങനെ ഒരു കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത്? 15 വർഷം മുമ്പ് നിലവിലെ MLAയുടെ നേതൃത്വത്തിൽ കുടിവെള്ള പദ്ധതി ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിന്റെ പൈപ്പ് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോടികളുടെ അഴിമതി ഉണ്ട് എന്ന് കോടതിയിൽ ഉൾപ്പെടെ പരാമർശം ഉണ്ടായി. ആ പൈപ്പാണ് കഴിഞ്ഞ ദിവസം അഴിമതിയിലൂടെ വാങ്ങിയ പൈപ്പാണ് കഴിഞ്ഞ ദിവസം അജ്ഞാതർ തീയിട്ടു എന്ന് പറഞ്ഞത്. ഇപ്പോൾ അതിനെതിരെ നാട്ടുകാർ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത്. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുക വന്നാൽ ആദ്യത്തെ പരിഗണന കൊടുക്കുന്നത് ഇവിടുത്തെ കുടിവെള്ള പദ്ധതിക്കായിരിക്കും. ആ കുടിവെള്ളം ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികളുടെ ഏറ്റവും വലിയൊരു പ്രയാസമാണ്. അതാണ്. അപ്പം വളരെ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും. ഇപ്പോൾ CPI പ്രതിനിധീകരിച്ചുള്ള നമ്മുടെ LDFന്റെ സ്ഥാനാർത്ഥി TT ജിസ്മോനാണ് F24നോട് സംസാരിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്, അതെല്ലാം പരിഹരിക്കപ്പെടും എന്നുള്ള വാഗ്ദാനമാണ് അദ്ദേഹം വോട്ടർമാർക്ക് നൽകുന്നത്. ഏതായാലും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ വോട്ടെടുപ്പിനായിട്ട്. അതിൻ്റെതായ തിരക്കുകൾ സ്ഥാനാർത്ഥികൾക്കുമുണ്ട്. പക്ഷേ വോട്ടർമാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചറിയാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDF മുന്നണിയും സ്ഥാനാർത്ഥിയും ഉള്ളത്. അപ്പൊ നമ്മളുടെ യാത്ര തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.